ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വിത്ത് ആസിഫ്, തമർ എല്ലാവരും കാരവൻ കത്തിക്കാൻ വേണ്ടി പോയി ഒരു സീൻ ഉണ്ടായിരുന്നു. കാരവൻ ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ ദിവസം നൈറ്റ് ഷൂട്ടാ, കണ്ടിന്യൂസ് നൈറ്റ് ഷൂട്ടായിരുന്നു. പുള്ളിയുടെ കിളി പോയിട്ട് അവസാനം രാത്രി രാവിലെ അല്ലേ പെട്രോളൊക്കെ വാങ്ങിച്ച് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറിന്റെ മുകളിൽ ഒഴിച്ച് അങ്ങനെ ഭയങ്കര സീനായി കത്തിക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. ഈ വണ്ടിയാണല്ലോ ഇയാളുടെ പ്രശ്നം. ഈ വണ്ടി ഉള്ളതുകൊണ്ടാണല്ലോ ഇയാൾ രാത്രി പണിയെടുക്കേണ്ടി വരുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇദ്ദേഹം കണ്ടുപിടിച്ച ഒരു വഴി വണ്ടിയെ കത്തിച്ച് കളയണം. അവൻ ആദ്യം ഷാറൂഖ് ഖാന്റെ ഫാൻ ആയിരുന്നു, ഇപ്പൊ ആസിഫ് അലി ഫാൻ ആണെന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു ആരെ ഏറ്റവും ഇഷ്ടം, ഷാറൂഖ് ഖാനാന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ മിണ്ടിയില്ല. അതിനുശേഷമാണ് ഇവനിപ്പോ ഞാനാണ് ഫേവറേറ്റ് എന്ന് പറയുന്നത്. ഈ മോനിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, അവൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ആക്ച്വലി അവന് കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ചലഞ്ച്. ഓൾമോസ്റ്റ് ഞാനൊരു 750 ഇതേ പ്രായത്തിലുള്ള കുട്ടികളെ നേരിട്ട് കണ്ടു. 750 പ്ലസ് ആണ് ആക്ച്വലി. അപ്പൊ അതിൽ നിന്നാണ് അവനെ കണ്ടെത്തിയത്. 38 ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്ത ഷൂട്ട് 35 ദിവസം കൊണ്ട് തീർത്തു തന്ന മഹാനാണ്. ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ചോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വായിച്ചു. ആസിഫ് അലി എന്നുള്ള ആക്ടറിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മള് ഏത് ഏജിലോട്ടും ഇമ്മീഡിയറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി ഫ്ലെക്സിബിലിറ്റിയും ആക്ടിങ് വേഴ്സറ്റാലിറ്റി ഉള്ള കാര്യം. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. സർക്കിട്ടിലേക്ക് വരുമ്പോൾ മലയാളികൾക്ക് വേണ്ടി ലഭിക്കാനായിട്ട് ഇതാ ഒരു നല്ല ചിത്രം കൂടി ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ബീങ് എ പാർട്ട് ഓഫ് സർക്കിട്ട് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വിത്ത് ആസിഫ്, തമർ എല്ലാവരും ഏറ്റവും ദി മോസ്റ്റ് മെമ്മറബിൾ എക്സ്പീരിയൻസ് ഡൂയിങ് സർക്കിട്ട്. ഈ സിനിമയിലെല്ലാം ഓരോ ദിവസവും നമുക്ക് നല്ല നല്ല എക്സ്പീരിയൻസിലൂടെയാണ് കടന്നുപോയത്. പിന്നെ മറക്കാൻ പറ്റാത്ത ഒരേ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ കാരവൻ കത്തിക്കാൻ വേണ്ടി പോയി ഒരു സീൻ ഉണ്ടായിരുന്നു. അതൊരിക്കലും മറക്കൂല. അതൊന്നുമില്ല, നമ്മുടെ കാരവൻ ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ ദിവസം നൈറ്റ് ഷൂട്ടാ, കണ്ടിന്യൂസ് നൈറ്റ് ഷൂട്ടായിരുന്നു. പുള്ളി അപ്പൊ ഒരു ദിവസം ഒരു ഇറാനിയായിരുന്നു. പുള്ളിയുടെ കിളി പോയിട്ട് അവസാനം രാത്രി രാവിലെ അല്ലേ പെട്രോളൊക്കെ വാങ്ങിച്ച് ആസിഫ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കാറിന്റെ മുകളിൽ ഒഴിച്ച് അങ്ങനെ ഭയങ്കര സീനായി കത്തിക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. ഫ്ലിപ്പായി പോയി ചെറുതായിട്ട്. അല്ല, 12 ദിവസം ഉറങ്ങാതിരുന്ന ഏതൊരു മനുഷ്യനും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. എന്നിട്ട് പുള്ളി പെട്രോൾ വാങ്ങിച്ച് ഒഴിച്ചു. അതിന്റെ CCTV വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഈ സിനിമയുടെ ഒരു മേജർ ഭാഗം വരുന്നത് നൈറ്റ് സീക്വൻസസ് ആണ്. അപ്പൊ നൈറ്റ് ഷൂട്ട് ചെയ്ത് അതായത് നമ്മൾ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ വന്ന് അസംബിൾ ആവും. ഒരു 7 മണിക്ക് ഷൂട്ട് തുടങ്ങിയാൽ രാവിലെ ഒരു 7 മണി വരെ ഷൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും രാവിലെ കിടന്നുറങ്ങും. പക്ഷെ ഇദ്ദേഹത്തിന് വീണ്ടും ജോലികൾ ഉള്ളതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു 12 ദിവസം ഷൂട്ട് കഴിഞ്ഞ് ഇയാൾക്ക് ഈ വണ്ടിയാണല്ലോ ഇയാളുടെ പ്രശ്നം. ഈ വണ്ടി ഉള്ളതുകൊണ്ടാണല്ലോ ഇയാൾ രാത്രി പണിയെടുക്കേണ്ടി വരുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇദ്ദേഹം കണ്ടുപിടിച്ച ഒരു വഴി വണ്ടിയെ കത്തിച്ച് കളയണം. പക്ഷെ രാത്രി അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഒരു പ്രശ്നം ഇല്ലാതിരുന്ന ഒരാള് ഞങ്ങളുടെ ഈ ജപ്പുകുട്ടം മാത്രമാണ്. എടാ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് വിളിക്കുന്നത്? ആസിഫിന് എന്താണ് ആസിക്കാന്നാണോ എന്താ വിളിക്കുന്നത്? ആസിഫിക്കാന്നാണ് വിളിക്കുന്നത്. കാരണം ആ സിനിമയിൽ ഇവനെ കണ്ടറിയാം ഭയങ്കര ഇച്ചിരി ഹൈപ്പർ ആയിട്ടുള്ള ഒരു മോനായിട്ടാണ്. അത് വേണം, എനിക്കിത് കിട്ടണം, ആ സമയത്ത് വേണം എന്നിങ്ങനെ ഹൈപ്പർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. യഥാർത്ഥ ജീവിതത്തിൽ നീ അങ്ങനെയാണോ അതോ ശാന്തനായിട്ടുള്ള ഒരു കുട്ടിയാണോ? ശാന്തനായിട്ടില്ല എന്ന് പറഞ്ഞ സിനിമ പോലെ അത്രയില്ല ഇത്രയില്ല, എന്നാലും ആക്റ്റീവ് എപ്പോഴും ഇരിക്കുന്നൊന്നും എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടമല്ല. ഇപ്പൊ തന്നെ ഇടയിൽ പിടിച്ചിരുത്തിയേക്കാ. തൊട്ടടുത്തിരിക്കുന്ന മലയാളത്തിന്റെ വെരി ഫേവറേറ്റ് ആയിട്ടുള്ള ആസിഫ് അലി എന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ചെന്ന് കണ്ടപ്പോ ഒന്ന് തൊട്ടപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോ എന്നാ തോന്നി? അവൻ ആദ്യം ഷാറൂഖ് ഖാന്റെ ഫാൻ ആയിരുന്നു, ഇപ്പൊ ആസിഫ് അലി ഫാൻ ആണെന്ന് പറയുന്നത്. നിങ്ങൾ തമ്മിൽ സീനൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ റിഹേഴ്സലൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ? റിഹേഴ്സലൊന്നും ചെയ്യാറില്ല. ഇല്ല. അവിടെ പോകുമ്പോ ഷൂട്ടിന് സമയത്ത് എത്തുമ്പോ തമർക്ക പറഞ്ഞു തരും, അത് ഞാൻ ചെയ്യും. ഇതിൽ ആസിഫിക്കാനെ ഒരുപാട് ഇങ്ങനെ അടിക്കുകയും പിടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്ന എടുത്തൊക്കെ മറയ്ക്കുന്നൊക്കെ ചേച്ചി കണ്ടൂലോ? അത് എന്നെയല്ലേ? അതെ, നിന്നെയാണോ അത് ആസിഫിനാണോ? അതെന്റെ ടോയ് ഒട്ടിച്ചിന്റെ ദേശത്തിലല്ലേ. ശരിക്കും വല്ലതും ചെയ്തോ ഞങ്ങൾ ആസിഫിനെ? ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല, വേറെ അഭിനയം മാത്രമായിരുന്നു. അഭിനയൊന്നുമല്ല. യഥാർത്ഥത്തിൽ നീ അറ്റാക്ക് ചെയ്തോ ഞങ്ങളുടെ ആസിഫ് അലീനെ? ഇവന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാല് ആദ്യത്തെ 2 ദിവസം കൊണ്ട് ജപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്താണെന്ന് ഇവൻ മനസ്സിലാക്കി. പിന്നെ നമുക്കൊരു റിഹേഴ്സലിന്റെ പോലും ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവനറിയാം. തമർ അത് ഒന്ന് ഷോർട്ടിന് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞങ്ങളുടെ എല്ലാം റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് ഇവനെ വിളിക്കുകയുള്ളൂ. ഇവൻ വരിക 1-2 ടേക്കില് നമുക്ക് വേണ്ടത് കിട്ടും.
അപ്പൊ അതിന്റെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവൻ ഇതിനേക്കാൾ ചെറുതായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഒരുപാട് സ്ട്രെസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു കുട്ടീനെ കൊണ്ട് നമുക്ക് ചെയ്യിക്കുന്നതിന് ഒരു പ്രഷർ ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. പക്ഷെ ഇത് മനസ്സിലാക്കി ഞങ്ങളുടെ ഷൂട്ട് ഇപ്പൊ 38 ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്ത ഷൂട്ട് 35 ദിവസം കൊണ്ട് തീർത്തു തന്ന മഹാനാണ്. ഒരു കൈയടി കൊടുത്തേ. എന്നാലും ആസിഫിക്കയിടയില് ഏറ്റവും മോന് ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്താണ്? നിങ്ങൾ ഇത്രയും ദിവസം 35 ദിവസം ഇങ്ങനെ വർക്ക് ചെയ്യാണ്. ഇതിൽ എന്നെ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. ഇതിലെ ക്യാരക്ടർ, ആസിഫിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, എനിക്ക് എന്റേതെന്ന് പറയാനായിട്ട് ദൈവം തന്ന ഒരാളുണ്ട്, അതാണ് മോന്റെ ക്യാരക്ടർ. അപ്പൊ ഇത്രയും ദിവസം നിങ്ങൾ എനിക്ക് ഞാൻ ട്രെയിലർ കണ്ടപ്പോ കുറെ നാളായിട്ട് മനസ്സിലാവാഞ്ഞത്. എന്നാലും ആസിഫ് അലിയിൽ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്താണ് മോനെ? ഈ പറഞ്ഞ മാതിരി എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു കാര്യമില്ലല്ലോ ചെയ്യുന്നേ. എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്, എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്. എന്നാലും ഭക്ഷണം കഴിക്കുന്ന അല്ല, ഇപ്പൊ ഈ രീതി ഷാറുഖ് ഖാനെ പോലും ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്റെ കാരണം ഞാൻ ചോദിച്ചു ആരെ ഏറ്റവും ഇഷ്ടം, ഷാറുഖ് ഖാനാന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ മിണ്ടിയില്ല. അതിനുശേഷമാണ് ഇവനിപ്പോ ഞാനാണ് ഫേവറേറ്റ് എന്ന് പറയുന്നത്. സിനിമയുടെ ഒരു ട്രെയിലർ കാണുമ്പോഴും ഒരു ഫീൽ ഗുഡ് മൂവിയാണോ, ഒരു ട്രാവൽ മൂവിയാണോ, അതോ ഈ കുഞ്ഞും ആസിഫായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണോ? എന്തായിരിക്കും ഈ പടത്തിന്റെ എന്തെങ്കിലും ഒരു ഐഡിയയും കൂടെ നമുക്ക് തരാൻ പറ്റുമോ ദീപക്? അല്ല, ഇത് ശരിക്കും ഒറാൻ എന്ന് പറഞ്ഞ ഈ ജപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. അതൊരു ഫാമിലിയിൽ നടക്കുന്നതും ഇപ്പം ഞാനാണ് അതിൽ ഇവന്റെ അച്ഛനായിട്ട് ചെയ്യുന്നത്, ദിവ്യാണ് അമ്മയുടെ ക്യാരക്ടർ. അപ്പൊ ഇവൻ കുറച്ച് ഹൈപ്പർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള കുട്ടിയാണ്, ADHD പോലെ അങ്ങനെ കുറച്ച് ഹൈപ്പർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഒരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പം ഇവർ കുറെ വർഷങ്ങളായിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ്. അപ്പൊ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുട്ടി വരുന്നു. അപ്പൊ ആ കുട്ടി കാരണം അവർക്കിടയിൽ ഉണ്ടാകുന്ന കുറച്ച് സ്ട്രഗിൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാരക്ടേഴ്സിന്, അപ്പൊ ഈ പറയുന്ന ഒരു ആസിഫിന്റെ ക്യാരക്ടർ നമ്മൾ ഈ സിനിമ കഴിയുന്ന സമയത്ത് എങ്ങനെയാണ് ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുട്ടികൾ നമ്മളിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു കണ്ണീരോടുകൂടി ഇറങ്ങി വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആൾക്കാർക്ക് കുറെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കുറെ മൊമെന്റ്സ് ഉള്ള സിനിമയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു മക്കൾക്കും അതുപോലെ തന്നെ പാരന്റ്സിനും ഒരുമിച്ച് തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് അല്ലെ? കാരണം ഈ ഒരു വെക്കേഷൻ സമയത്തൊക്കെ പല പാരന്റ്സും പറയും. പിന്നെ ഇവന്റെ കുരുത്തക്കേട്, അതായത് നമ്മളിപ്പം ആ സോങ്ങിൽ കണ്ട പോലെ ജപ്പു സോങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ സോങ്ങിൽ കണ്ട പോലെ പല പല കുരുത്തക്കേടുകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിപ്പം വീട്ടില് ഇപ്പൊ ഫാമിലിയില് കുട്ടികളുള്ള ആൾക്കാർ കാണുന്നവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ മൊമെന്റ്സ് ഉണ്ട്. കാരണം ഈവൻ പല്ല് പറിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഈ പറയുന്ന ഇത് കെട്ടിയിട്ട് റിമോട്ട് കാറിൽ. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ഇപ്പം അത്രയും കുരുത്തക്കേടില്ലാത്ത എല്ലാ കുട്ടികൾക്കും ഒരു സ്റ്റേജിൽ ഭയങ്കര കുരുത്തക്കേടായിരിക്കും. അപ്പൊ അങ്ങനെ കുരുത്തക്കേടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. എന്റെ ചെക്കനാണല്ലോ ഇത് തോന്നുന്ന രീതിയിലായിരിക്കും സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സ് അല്ലേ? എന്നാലും ദുബായിലൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ ഉയരാറുണ്ട്. കാരണം നമ്മുടെ ഒരു നാട്ടിലല്ല. സോ ഡയറക്ടർ, DOP, ആസിഫ് എല്ലാം ഇവിടെയുണ്ട്. ആ ഒരു പോയിന്റിനെയൊക്കെ നിങ്ങൾ ഈ ഒരു ടൈമിൽ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? കാരണം ഈസി ആയിരുന്നു. ശരിക്കും ഇവര് ഡയറക്ടറും DOP ഒക്കെ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർക്കറിയാം അവിടുത്തെ. ഇല്ല, നാട്ടിലൊന്നുമില്ല, മൊത്തം ദുബായിലാണ്. ഓക്കെ, ദുബായ് ബേസ്ഡ് ആണ്. അപ്പം ഉറപ്പായിട്ട് അവർക്ക് അവിടുത്തെ സ്ഥലങ്ങൾ അറിയാം, അവിടുത്തെ കാര്യങ്ങൾ അറിയാം, എങ്ങനെയാണ് അവിടുത്തെ. ഇപ്പൊ എനിക്ക് താമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ര കട്ടിങ് അവിടെ നടന്നൊരു ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടാണ് ഇവനൊരു ഫസ്റ്റ് ഒരു തോട്ട് ഈ സിനിമേനെ ഫീൽ ചെയ്ത്. അപ്പൊ അത് ആ ദുബായ് ബേസ്ഡ് ആയതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു തോട്ട് വന്നത്. 35 ഡേയ്സിലാണ് ഇപ്പം സിനിമ ഷൂട്ട് ചെയ്ത് സൗണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് അവർ അവിടെ ആയതുകൊണ്ട് മാത്രമാണ്. വെരി നൈസ്. കാരണം ഒരു ചെറിയ കാര്യമല്ല ഇത്രയും ഒരു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഭയങ്കര കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട്. ഇപ്പൊ ഇവര് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ സിനിമയുടെ ഡിസ്കഷൻ കുറെ പ്രീ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉള്ള ഡയറക്ടറാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് ഷോട്ട് എടുത്ത് കട്ട് ചെയ്ത് എഡിറ്റിംഗ് ടേബിളിൽ സിനിമ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ഡയറക്ടറായിട്ട് തോന്നിയിട്ടില്ല. കാരണം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും പെർഫോം ചെയ്യുന്ന സമയത്ത് ഭയങ്കര, അതായത് നമുക്ക് ഇപ്പൊ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പൊ അത്രയും അതിന് പാഷനേറ്റ് ആണ്. അത്രയും അതിനുള്ളൊരു ഐഡിയ ഉള്ള ഡയറക്ടറും പിന്നെ DOPയും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രം പറയില്ല. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാരാണ്. നമ്മളിപ്പോ പറഞ്ഞു കേൾക്കാറുണ്ട് ആസിഫ് അലിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ തന്നെയാണ്. കണ്ണിലൂടെ അഭിനയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ചോയ്സ്, ഏറ്റവും വലിയൊരു പ്രിവിലേജ് എന്ന് പറയുന്നത് ആസിഫിനെ കിട്ടിയത് തന്നെയാണ്. ഉറപ്പായിട്ടും ഇപ്പൊ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വേറൊരു ആക്ടർ അതിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ പുള്ളിയുടെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ആവാൻ സാധ്യതയുള്ള സിനിമയാണ്. സോ ദീപകിന് ഒരു വലിയ കൈയടി നൽകുകയാണ്. ഡയറക്ടർ കമർ. അപ്പോ നെക്സ്റ്റ് ഒന്ന് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ചോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ വായിച്ചു. കാരണം ആസിഫ് എന്ന് പറയുന്ന എപ്പോഴാണ് ആസിഫ് ഇതിലേക്ക് മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ ഒരു ക്യാരക്ടറുമായിട്ട്?
ആക്ച്വലി ആസിഫ് ഖാൻ ആദ്യത്തെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്കൊരു പടം ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ ശരിക്കും ഞാൻ 2001 മുന്നേ ചെയ്യാൻ വിചാരിച്ചതാണ്. ഓക്കെ അപ്പോൾ ആസിഫ് ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോൾ അമീർ എന്നുള്ളൊരു ക്യാരക്ടർ കുറെ കൂടെ ഫാമിലി ഓഡിയൻസിന് കണക്റ്റ് ആവുന്ന അല്ലെങ്കിൽ അങ്ങനെ മൊമെന്റുകളുള്ള ഒരു ക്യാരക്ടറുമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ അത് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ഉള്ള ആളാണ് ആസിഫ് അലി. ആസിഫ് തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തോട് പോയിട്ട് ഈ കഥ പറഞ്ഞു. അപ്പൊ കഥ കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമായി, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ഈ മോനിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, അവൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത് ആക്ച്വലി? മകൻ ഈ സിനിമയിൽ ആസിഫ് ഖാനെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അവനെ കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ചലഞ്ച്. അവൻ നന്നായാലാണ് സിനിമയുടെ മൊത്തം പരിപാടികൾ നന്നായി വരും. അപ്പൊ അവന് വേണ്ടിയിട്ട് നമ്മൾ ദുബായിലും കൊച്ചിയിലൊക്കെ ഓഡീഷൻസ് വെച്ചു. ഓൾമോസ്റ്റ് ഞാനൊരു 750 ഇതേ പ്രായത്തിലുള്ള കുട്ടികളെ നേരിട്ട് കണ്ടു. 750 പ്ലസ് ആണ് ആക്ച്വലി. അപ്പൊ അതിൽ നിന്നാണ് അവനെ കണ്ടെത്തിയത്. പക്ഷെ അവൻ വളരെ ടാലന്റഡ് ആയിട്ടുള്ള, വളരെ കറക്റ്റ് ആയിട്ടുള്ള, കാരണം നമുക്ക് ട്രെയിലർ കാണുമ്പോഴത്തേക്കും അവൻ അഭിനയിക്കുന്നേ ഞങ്ങൾക്ക് തോന്നുന്നില്ല. അവൻ ജീവിക്കുകയാണ് അമീറുമായിട്ട്. ഹീസ് ലൈക്ക് ആസിഫ്. കാരണം ആസിഫ് എന്ന് പറയുന്ന ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള മലയാളത്തിലെ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടറാണ്. അദ്ദേഹത്തിനോടൊപ്പം പിടിച്ചു നിന്ന് ഇങ്ങനെ കട്ടക്ക് നിന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മോന് പറയുകയും ചെയ്തു, ടേക്കൊക്കെ വിത്തിൻ സെക്കൻഡ്സിലാണ്. ആക്ച്വലി അവൻ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടറാണ്. അതായത് നമ്മൾ എന്താണോ പറയുന്നത് അത് തിരിച്ചതേപോലെ മനസ്സിലാക്കി ചെയ്യുമ്പോൾ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അല്ലാതെ അത് അവന്റെ റിയൽ സ്വഭാവമൊന്നുമല്ല. എന്താണോ ക്യാരക്ടറിന് വേണ്ട അതിന്റെ ഇമോഷണൽ റിയാക്ഷൻ ഒക്കെ കൊടുത്തിട്ട് അവൻ അഭിനയിച്ചിട്ടുള്ളതാണ്. സിനിമ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോണതും അവന് ആസിഫ് ഖാനെ കുറിച്ചിട്ടൊക്കെ ആണ്. എന്നാലും അമീർ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ പല ലെയേഴ്സ് ഉള്ളതായിട്ട് നമുക്ക് ആ ഒരു റീല് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ലെയേഴ്സ് ഏതാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ തരാനുണ്ടാവും? ഈസ് ലൈക്ക് എ ഫാമിലി മാൻ അല്ലെങ്കിൽ ഒരു ബേസിക് പരിപാടി എന്നുള്ളത് ഇപ്പോൾ ദുബായിലോട്ട് അല്ലെങ്കിൽ ഗൾഫിലോട്ട് ആൾക്കാർ പോകുന്നത് ഒരു ജോലിയൊക്കെ സ്വപ്നം കണ്ടിട്ടായിരിക്കും. അപ്പം അത്തരത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു ക്യാരക്ടറാണ് ആസിക അമീർ എന്ന് പറഞ്ഞ കഥാപാത്രം. പക്ഷെ പിന്നീട് ഒരു സാഹചര്യത്തിലുണ്ടാവുകയും അത് അയാളുടെയും മറ്റുള്ളവരുടെയൊക്കെ ജീവിതത്തെയും മാറ്റിമറിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. DOP ഉണ്ട്. സോ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ എനിക്ക് തോന്നുന്നു. കാരണം ദുബായിലൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കാര്യങ്ങൾ നമുക്കറിയാം. സോ അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിനെ നമ്മൾ ഈ ഒരു മൊമെന്റിൽ എങ്ങനെ ഓർക്കുന്നു? അയസ് ഭായ് എന്നേക്കാൾ മുന്നേ ദുബായിൽ എത്തിയിട്ട് കുറെ കാലം അവിടെ പഠിച്ച് വളർന്നിട്ടുള്ള ആളാണ്. പിന്നെ മാത്രമല്ല വളരെ സീനിയർ ആണ്. ഇപ്പൊ ഞങ്ങളൊക്കെ പരസ്യ മേഖലയിലുള്ളതാണ്. അപ്പോൾ ഞങ്ങളെക്കാൾ ഒരുപാട് പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ പുള്ളി ഈ സിനിമയിൽ ഇന്നാക്കുക എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു. കാരണം ആ ടെറൈനൊക്കെ എന്നേക്കാൾ കൂടുതൽ നന്നായി അറിയുകയും അവിടെ ഒരുപാട് ആഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിയെ കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നെ പുള്ളിയും ഈ സിനിമയുടെ കഥ കേട്ടിട്ട് അതിന്റെ ഇമോഷന്റെ കൂടെ നിന്നിട്ടുള്ളതാണ്. അപ്പോൾ ഭയങ്കരമായ ക്യാമറ ഗിമ്മിക്കുകൾക്ക് അപ്പുറത്തേക്ക് എങ്ങനെയാണോ ഈ കഥ പറയേണ്ടത് അതിന്റെ കൂടെ നിന്നുകൊണ്ട് അത് വളരെ മനോഹരമായി ചിത്രീകരിക്കുകയാണ്. അതുമല്ല ആസിഫിനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് അമീറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദ ബോയ് നെക്സ്റ്റ് ഡോർ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ. സോ ആ ഒരു പ്ലേസ്മെന്റിലേക്ക് എങ്ങനെയാണ് സാർ ഈ ആസിഫിന് ഇത്ര ആപ്റ്റ് ആയിട്ട് വരുന്നത്? നമുക്ക് അത് ആസിഫിൻ എന്നുള്ള ആക്ടറിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മള് ഏത് ഏജിലോട്ടും ഇമ്മീഡിയറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി ഫ്ലെക്സിബിലിറ്റിയും ആക്ടിങ് വെഴ്സറ്റാലിറ്റിയും ഉള്ള ക്യാരക്ടർ. അപ്പോൾ ഇതിൽ നമ്മളെ അമീറിന്റെ ഏജ് 27 ആണ്. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു, നേരത്തെ അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് അമീറായിട്ടല്ല തോന്നുന്നത്, താടിയൊക്കെ വെച്ചിട്ട് വേറെ ഏതോ ഒരാളായിട്ടുണ്ട് അടുത്ത സിനിമയ്ക്ക്. പക്ഷെ ആ താടിയൊക്കെ എടുത്ത് മീശൊക്കെ ഒന്ന് കുറക്കുമ്പോൾ കറക്റ്റ് അമീർ ആവുന്നുണ്ട്. അപ്പൊ ആ ഫ്ലെക്സിബിലിറ്റിനെയാണ് സിനിമയിൽ. പിന്നെ അത് നല്ലൊരു ആക്ടറുടെ ഒരു ടാലന്റും കൂടെയാണ്. തീർച്ചയായിട്ടും DOPയുടെ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഷൂട്ടിംഗ് ഇൻ ദുബായ് വാസ് ദാറ്റ് ഈസി ഓർ ദാറ്റ് ഡിഫിക്കൾട്ട്? എങ്ങനെയുണ്ടായിരുന്നു സാർ? ബേസിക്കലി ഞാൻ ബേസ്ഡ് ദുബായ് ആയതുകൊണ്ട് ഷൂട്ടിംഗ് ഇൻ ദുബായ് ഫസ്റ്റ് ടൈം ഒന്നല്ല, ചെയ്യുന്നതാണ്, ഒരുപാട് ചെയ്യുന്നതാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എവറിഡേ തിങ്. സോ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾക്ക് അറിയുന്ന ഒരു ഏരിയ ആണ് ഈ ദുബായിൽ നിന്ന് മാറിയിട്ട് UAE നിന്ന് മാറിയിട്ടുള്ള റാസൽ ഖൈമ, ഫുജേറ എന്നൊക്കെ പറഞ്ഞ ടെറൈനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ പൊതുവേ മലയാളം ഫിലിമിൽ അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് ഏരിയ ആണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഒരു രസമായി വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് നമ്മൾ ഭയങ്കര റിയാലിസ്റ്റിക് ആയിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, എനിക്ക് താമറിന് അവിടെ ആയതുകൊണ്ട് അറിയാം ഇത് ഈ ഏരിയ ഇങ്ങനെയൊക്കെയാണ്. ഫേക്ക് തോന്നാത്ത രീതിയിൽ കൂടുതൽ ഗിമിക്സ് ഒന്നും കാണിക്കാതെ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എളുപ്പമായിട്ടുള്ള ഒരു കോംബോ എന്ത് തോന്നി ആക്ച്വലി സെറ്റിലൊക്കെ സമയത്ത്? ബേസിക്കലി ഞാൻ ആഡ് ഫിലിംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആസ് എ ഫിലിം ഫസ്റ്റ് ടൈം ആണ്, ആസ് എ മൂവി ഫസ്റ്റ് ടൈം ആണ്, ഡെബ്യൂട്ട് ഫിലിമാണ്. അപ്പോൾ ഫോർ മീ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് കൂടെ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നത്. ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ നടന്നു. കുട്ടി ഓർഹാൻ പ്രോ ആണ്. ലൈക്ക് ഹി വാസ് ലൈക്ക് ബോൺ ഫോർ ദിസ് മൂവി. അങ്ങനത്തെ ഒരാളാണ്. പെർഫോമൻസ് വൈസ് റീടേക്സ് ഒന്നും പുള്ളിയെ കാരണമൊന്നും ഒരിക്കലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും എനിക്ക് എൻ്റെ ജോബ് ഈസി ആക്കാൻ വേണ്ടി എല്ലാവരും
പ്രോ ലെവലിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. സൈന സൗത്ത് പ്ലസിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ആസിഫിന് ഞങ്ങളൊരു ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് ഒന്ന് നൽകിയാൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പൊ സർക്കീട്ടിന്റെ സക്സസ് പാർട്ടിയിൽ ഇനി നമുക്ക് കാണാമെന്ന് ഏറ്റവും വലിയ പ്രതീക്ഷയിൽ. താങ്ക് യു സോ മച്ച്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം.